കർത്താവിൻ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തില് മരിച്ചു പോകുന്ന മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം പാപമോചനം പ്രസംഗിക്കുന്നു. നോക്കുവിന് നിരവധിയായിരിക്കുന്ന വിഷമസന്ധികൾ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ യഥാർത്ഥമായിട്ട് നമ്മുടെ സ്നേഹിതന്മാരോ വീട്ടുകാരോ കാണുന്ന വ്യക്തിത്വങ്ങളല്ലല്ലോ നമ്മൾ. ഭാര്യ കാണുന്ന ഭർത്താവല്ല, യഥാർത്ഥമായിട്ടും അവന്റെ ഹൃദയത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. കഠിനമായിരിക്കുന്ന വേദനകളും നിരാശകളും കൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഭർത്താവെ, നീ കാണുന്ന ഭാര്യയല്ല അവളുടെ ഹൃദയത്തിലെ വിചാരങ്ങള്. അവളും എന്താണ്, തിങ്ങിയ വേദന കൊണ്ടാണ് ഓരോ ദിവസം കടന്നു പോകുന്നത്. ഇങ്ങനെ ഞാൻ ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥമായിട്ട് ഏറ്റവും കൂടുതൽ തമ്മിൽ തിരിച്ചറിയേണ്ടത് ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ അവർക്ക് പോലും തിരിച്ചറിവില്ല. എന്റെ ഇണയുടെ, എന്റെ ഭാര്യയുടെ, എന്റെ ഭർത്താവിന്റെ ഹൃദയവേദന എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഇങ്ങനെ കഠിനമായിരിക്കുന്ന ദുഃഖ സാഗരത്തിൽ കൂടെ മുങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ വാക്ക് ഭൂമിയിൽ വെച്ച് വേണ്ടിയോ? നമ്മുടെ മരണഭീതി നീങ്ങിപ്പോകേണ്ടിയോ? നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ ഒന്ന് മായ്ക്കപ്പെടേണ്ടിയോ? പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയുള്ളവനാണ്. ദൈവം നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്നവനാണ്. പാപമോചനം നൽകി തരുന്നവൻ മാത്രമാണ് ദൈവം. പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത ഒന്നും ദൈവമല്ല. പാപമോചനം നൽകി തരുവാൻ കഴിയാത്തതിന് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് എന്ത്? ഒരിക്കലൊരു പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുവാൻ ഇടയായി, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഒരിക്കൽ കൂടെ പറയാം, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചാലോ? എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ചവനാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും കാണിച്ചു തന്ന പിതൃപാരമ്പര്യത്തെ മതഭക്തി ഞാൻ പിന്തുടർന്നു. വളരെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്നെ അനുധാപനം ചെയ്തു. എന്നാൽ എന്നെ സ്നേഹിപ്പാനോ എന്നെ കരുതുവാനോ എന്നെ സഹായിപ്പാനോ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ എൻ്റെ ആരാധനാ സ്ഥലത്ത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒന്നിനെയും ഞാൻ അവിടെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാഹുകാലത്ത് ഇതുപോലെ ഒരു രക്ഷ നൽകി തരുവാൻ കഴിയാത്ത നമ്മുടെ നിരവധിയായിരിക്കുന്ന ആഭിചാര ദോഷങ്ങളിൽ നിന്നും മറ്റു വിധമായിരിക്കുന്ന ആ പാരമ്പര്യ ദോഷങ്ങളിൽ നിന്നും എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒന്നുമേ ഞാൻ എൻ്റെ പിതൃപാരമ്പര്യത്തിൽ കണ്ടില്ല, എൻ്റെ മതവിശ്വാസത്തിലും കണ്ടില്ല. എൻ്റെ കൂടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സന്ദർശിക്കുന്ന ബൈബിളും ട്രാക്റ്റുമായിരുന്നു വരുന്ന ആ മനുഷ്യനോ, അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, അദ്ദേഹം ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചവനാണ്. അദ്ദേഹം കള്ള് കുടിച്ചും കള്ളുണ്ടാക്കിയും കള്ള് വിറ്റും ജീവിച്ച ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ പിതൃപാരമ്പര്യ പ്രകാരം ആ ക്രിസ്തീയ ആ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് പരിമല്ലപ്പള്ളി പോകുമായിരുന്നു, അല്ലെങ്കിൽ അതിന് പണം കൊടുത്തു വിടുമായിരുന്നു. അദ്ദേഹം മണർകാട് പള്ളിയിൽ പോകുമായിരുന്നു. അദ്ദേഹം എന്താണ്, അവരുടെ പള്ളികളുടെ റാസയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം എന്താണ്, പെരുന്നാളുകളും നൊയമ്പുകളും ഒക്കെയും എല്ലാ വർഷവും കൊണ്ടാടുമായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിലും ആശ്വാസം നൽകി തരുവാനോ പാപമോചനം നൽകി തരുവാനോ തൻ്റെ പള്ളി ഭക്തിക്കും കഴിഞ്ഞതുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവനാകട്ടെ ഞാനാകട്ടെ പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് വരുവാനിടയായി. ഞങ്ങൾ യേശുക്രിസ്തുവിൽ ഒരു സമാധാനം കണ്ടെത്തി. അതെ, ക്രിസ്തീയ മതവുമായിട്ട് യേശുക്രിസ്തുവിന് ബന്ധമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കണ്ടെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയാൽ നല്ലതായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങൾ കലങ്ങി മറിയുമ്പോൾ ആ കലങ്ങി മറിയുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിനുള്ള പാപമോചനം പ്രസംഗിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുകയും, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അനുവർത്തിച്ചു വന്ന ഒരു ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതഭക്തികൾക്കോ ഒരു പാരമ്പര്യത്തിനോ നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പലവിധമായിരിക്കുന്ന പല നിറത്തിലുള്ള കൊടികൾ പിടിച്ചുകൊണ്ട് പല നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിക്കുകയും പല നേതാക്കന്മാരുടെ അനുഭവമുള്ളവരുമാണ്. നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ നിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ചായവരും കഴിഞ്ഞിട്ടില്ല. നീ കൊടി പിടിച്ച് ജയ് വിളിച്ച ഒരു നേതാക്കന്മാരും നിന്റെ ആശ്വാസത്തിനായിട്ട് വന്നിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്റെ കഠിനമായിരിക്കുന്ന ദുഃഖവേളകളിൽ നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ നാമം യേശുക്രിസ്തു എന്നാകുന്നു. അതായത്, നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത മതഭക്തിയും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെയും വിട്ട് നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് മുമ്പിൽ പക്ഷപാതം ചെയ്യുന്ന ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിന്നെ ചേർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നാളെ മടങ്ങി വരാൻ ആശിക്കുമ്പോഴേ അവന്റെ കരവലയത്തിൽ ഒതുങ്ങി നിൽപ്പാൻ നിനക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ക്രൂസിലെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ദൈവത്തിൽ നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം എന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട്
കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ മുഖം തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാകുന്നു ഗോഡ് ഈസ് ലവ്. അവൻ മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ ഏത് ജാതി മത്സരം ശരി, നിനക്ക് വേണ്ടി, നിന്നെ സ്നേഹിച്ച് നിന്റെ പാപമോചനത്തിന് വേണ്ടി, നിന്റെ പാപത്തിന്റെ ശിക്ഷ ദൈവകോടതിയിൽ ഏൽപ്പാനായിട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവനാലാകുന്നു ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ഈ പ്രഭാതം മുതൽ സന്ധ്യ വരെ സൂര്യന്റെ ചൂട് അനുഭവിക്കുന്നു. ആ ചൂടിൽ നിന്ന് ഉത്ഭവിക്കുന്ന സസ്യലതാദികളും ധാന്യങ്ങളും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെള്ളം കുടിക്കുന്നു, വായു ശ്വസിക്കുന്നു. ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ ക്രിസ്തുവിനാൽ അത്രയും. അവനാൽ അത്രയും ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആദിയില് ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിച്ചു. അതിനുശേഷം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അവസാനമായിട്ട് അവൻ മനുഷ്യനെ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ അതേ രൂപമാണ് മനുഷ്യന്. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്താണ് ദൈവത്തിന് പല രൂപങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തത്. എന്നാൽ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ആദ്യ പിതാവായിരിക്കുന്ന ആദം 6000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഈ ഏകപുരുഷൻ അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളയുകയും അവൻ സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച് അവൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് നരകവിദ്യക്ക് യോഗ്യനായിട്ട് തീർന്നു. ആ നരകവിദ്യക്ക് യോഗ്യനായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട ഈ ആദം എന്ന് പറയുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നമ്മൾ എല്ലാവരും ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളുത്തവരോ കറുത്തവരോ, നമ്മൾ ഏത് ജാതി മതസ്ഥരോ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും പിതാവ് ആദമാണ്. അവൻ പാപിയാണ്, സാത്താന്റെ സന്തതിയാണ്. എന്നാൽ സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോഴേ ലോകാവസാനത്തിങ്കൽ ദൈവത്തിന് നമ്മളോട് കാണിച്ച് അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? നാം പാപിയായിട്ട് തീർന്നതിന്റെ ഉത്തരവാദി നമ്മളല്ല, ആദ്യത്തെ പുരുഷനായിരിക്കുന്ന ആദമായതുകൊണ്ട് നമുക്ക് പാപമോചനം സ്വയമായിട്ട് നേടിത്തരുവാൻ കഴിയാത്തത് കൊണ്ട് ലോകാവസാനത്തിങ്കൽ തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയും അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമായിട്ട് കൊടുത്ത് അവർക്ക് നിത്യരക്ഷ ദൈവം നൽകിക്കൊടുപ്പാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. അവൻ മാത്രമേ ലോകത്തിൽ വന്നിട്ട് താൻ ദൈവമാണെന്ന് നമ്മളോട് സമ്മതിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാവരും തത്വജ്ഞാനികളായിട്ട് വന്ന ദൈവത്തിലേക്കുള്ള വഴി ആ മലകളിൽ കൂടെ കയറി ഇറങ്ങണം, ഈ പുഴയിൽ കൂടെ നീന്തി പോകണം, ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോഴേ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വാഗ്ദത്തം തന്നവന് ഇവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതിനാലും അവൻ ക്രൂശിൽ പരസ്യമായിട്ട് മരിച്ച് പരസ്യമായിട്ട് അടക്കപ്പെട്ടെങ്കിലും അവനിതാ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയവൻ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും ആ ജീവനുള്ള ക്രിസ്തുവിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിരിക്കാലും ആ ക്രൂശിലേക്ക് നോക്കിക്കേ ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്. അതേ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്ന് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും വ്യക്തിപരമായിരിക്കുന്ന എല്ലാ പാപങ്ങളും യേശുക്രിസ്തു സ്വയം ചുമലിലേറ്റിക്കൊണ്ട് അവൻ ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നു പോവുകയും അവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ദൈവകോടതിയുടെ മുമ്പിൽ ക്രൂശിൽ അനുഭവിച്ച് തീർക്കുകയും ചെയ്തു. അവൻ അടിയേറ്റ് തകർക്കപ്പെട്ടവന്റെ അസ്ഥികൾ ഓരോന്നും പുറത്തു കാണുവാൻ തക്കവണ്ണം മാംസകഷ്ണങ്ങൾ ചിതറിക്കപ്പെട്ടു. അവന്റെ മുഖത്ത് അപമാനവും നിന്ദയുമായിരിക്കുന്ന തുപ്പല് കൊണ്ട് നിറയ്ക്കപ്പെട്ടു. അവനെ ഇതാ മുൾക്കിരീടം ചൂടപ്പെട്ടവനായിട്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ ക്രൂശിക്കേണ്ടി വന്നു. ഈ സർവ്വഭൂമിക്കും കാണത്തക്കവണ്ണം ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളിൽ പരസ്യമായിട്ട് അവനെ തൂക്കിയിട്ടിരിക്കുന്നുവെങ്കിൽ ഞങ്ങളും പരസ്യമായിട്ട് നിങ്ങളോട് പ്രസംഗിക്കുന്നു, ആ യേശുക്രിസ്തു നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നിന്റെ എല്ലാ പാപങ്ങളുടെയും പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. നിന്റെ പിതൃപാരമ്പര്യ പ്രകാരം കടന്നു വന്ന നിന്റെ ശാപങ്ങളെല്ലാം യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. അത് വിശ്വസിക്കുന്ന ആളിൽ നിന്റെ പാരമ്പര്യ ശാപങ്ങൾ നീങ്ങിപ്പോകും. അത് വിശ്വസിക്കുന്ന ആളിൽ നീ പിശാചിന്റെ ബാധകളിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അത് വിശ്വസിക്കുന്ന ആളിൽ നിനക്കെതിരെയുള്ള ആഭിചാരങ്ങളിൽ നീ രക്ഷ പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താനെ തകർത്ത് കളഞ്ഞെന്ന് അവന്റെ സർവായുധ വർഗം വേപ്പിച്ച് അവൻ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. അവൻ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചത് വഴി അവനിതാ ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന്റെ ശത്രുത്വം നമ്മളോട് നീക്കപ്പെട്ടത് വഴി ദൈവം നമ്മുടെ എല്ലാ പൗരോഹിത്യ ശുശ്രൂഷകളെയും നീക്കം ചെയ്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം കൊടുപ്പാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. അവൻ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം
ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു യേശുക്രിസ്തു മടങ്ങി വരും. അല്ല, അവൻ മടങ്ങി വരുവാൻ അല്പം കൂടെ താമസം വന്നാലും സാരമില്ല, നമ്മൾ ഇനി എത്ര വർഷം ജീവിക്കാനാണ്? എന്നാൽ നമ്മൾ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത് ആവശ്യമായിരിക്കാല് അവൻ സകല ജാതി മതസ്ഥരോടും കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. സകല ജാതി മതസ്ഥരോടും ക്രിസ്തീയ മത പുരോഹിതന്മാർ ഉൾപ്പെടെ സകല ജാതികളോടും ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നേ വരെ രാഹുകാലത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്ത നമ്മുടെ പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും തള്ളിക്കളഞ്ഞ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ജയോത്സവം കൊണ്ടാടി ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ, അവൻ മാത്രമേ മരണത്തെ ജയിച്ചിട്ടുള്ളൂ, അവൻ മാത്രമേ സത്യദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ളൂ. ആകിയാൽ യേശുക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ മരിച്ചുപോയ മനുഷ്യരെയോ കല്ലറകളിലെയോ പുരോഹിതന്മാരെയോ ആരെ ആരാധിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. ആകിയാൽ ഉന്നത പാപങ്ങളെ താഴ്ത്തുവാൻ ദൈവം സകല ജാതികളോടും കൽപ്പിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ മാത്രം ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരികയും അതിനുശേഷം നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ പാപമോചനം നേടേണ്ടതിന് അവനോട് കൂടെ ക്രൂസിൽ മരിക്കേണ്ടതിന് സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തരും. ലോക പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവനാണ്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ സ്വന്തം അമ്മാവനാണ് എൻ്റെ അമ്മയുടെ ആങ്ങളെയായിരുന്നു കർമ്മിയായിട്ട് വന്നത്, പൂജാരിയായിട്ട് വന്നത്. എന്നാൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അടക്കം കഴിഞ്ഞിട്ട് അവസാനം സഞ്ചയനം കഴിഞ്ഞിട്ട് അടിയന്തരം നടക്കുമ്പോൾ പമ്പയാറ്റിൽ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ട് എൻ്റെ അമ്മാവൻ ആ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി. എന്നിട്ട് എൻ്റെ അമ്മയുടെ പാപങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പിണ്ടാടിയന്തരം നടത്തിയിട്ട് എന്നെ കൊണ്ട് പമ്പയാറ്റിൽ സ്നാനപ്പെടുത്തി. അതിന്റെ ഉത്തരം ഞാൻ പിന്നെ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം എന്റെ അമ്മാവിനോട് ചോദിച്ചപ്പോൾ അമ്മാവിന് അറിയുമായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹിന്ദുക്കള് മരിച്ചവർക്ക് വേണ്ടി സ്നാനം വെക്കുമ്പോൾ ബലിയിടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ അടക്കിയ നമ്മുടെ പിതാക്കന്മാര് പിതൃക്കള് ആ യേശുക്രിസ്തുവിന്റെ നാളിൽ ലോകാവസാന ദിവസം കല്ലറകളെ വിട്ട് അവർ ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുമെന്നാണ് അതിന്റെ തെളിവ്. അതേ പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റത് എന്ത് ചെയ്യും? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതെ കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും നിങ്ങൾ അഹങ്കാരത്തോടുകൂടെ അമ്മമാരെയും അപ്പന്മാരെയും ദുഃഖിപ്പിച്ച് കടന്നുപോയി അവർ മരിക്കുമ്പോൾ മഹാ അടിയന്തരം ചെയ്തിട്ട് നിനക്ക് എന്താ പ്രയോജനം? അവസാനം ലോകാവസാന ദിവസം നീ കഷ്ടപ്പെടുത്തിയ, നീ വേദനിപ്പിച്ച, നീ ദുഷിച്ച നിന്റെ അമ്മയുടെ അപ്പന്റെ മുമ്പിൽ നീ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം നിന്റെ ഈ ശുശ്രൂഷകർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ആകിയാൽ മരിച്ചവരെല്ലാം വീണ്ടും കണ്ടുമുട്ടുമേ, മരിച്ചവരെല്ലാം വീണ്ടും കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വിശ്വസ്തരായിട്ടിരിപ്പിന്. ആകിയാൽ അമ്മയപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിപ്പിന്. ആകിയാൽ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പിന്. ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ നീതിയോടെ ജോലി ചെയ്യുവിന്. നിങ്ങൾക്ക് അർഹതപ്പെടാത്ത കൂലി നിങ്ങൾ ആരോടും കവർന്ന് മേടിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ആരുടെ കയ്യിലെങ്കിലും പണം എന്താണ് കള്ളം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാന ദിവസം നിന്റെ യജമാനന്റെ മുമ്പിൽ നീ കണക്ക് തീർക്കേണ്ട ദിവസമുണ്ട്. മരിച്ചതിന് ശേഷം ആരെങ്കിലും യജമാന്മാരെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ദാസന്മാർക്ക് പണം കൊടുക്കാതെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് അതിനൊരു കുഴപ്പവുമില്ല. മരിച്ചതിന് ശേഷം നീ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ആ ദാസന്റെ മുമ്പിൽ നീ കണക്ക് തീർക്കുന്ന ആളിൽ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, നീതിയോടെ ജീവിച്ചുകൊള്ളുവിന്. യേശുക്രിസ്തു മടങ്ങി വന്ന് നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. എന്നാൽ നമ്മൾ പാപം ചെയ്തു പോയി, നമ്മൾ കുറ്റം ചെയ്തു പോയി, പരിഹാരമുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിവിന് അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദാസന്മാരായിരിക്കുന്ന ജോലിക്കാരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അർഹതയില്ലാത്ത പണം മേടിച്ചിട്ട് എന്തോന്ന് പ്രയോജനം? എന്നും കണ്ണുനീരും നിലവിളിയും ദുഃഖവും പാപവും അല്ലാതെ എന്റെ ജീവിതത്തിൽ കടം മാറിയ ദിവസമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നേരോടെ നടക്കുന്നവരെ ദൈവം സഹായിക്കും. ദൈവം നമ്മളെ കരുതിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും. ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തൃപ്തി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആകിയാൽ നോക്കുവിന്, നിങ്ങളുടെ കള്ള സ്വഭാവങ്ങളും കാപട്യങ്ങളും മാറ്റിക്കളഞ്ഞുകൊള്ളുവിന്. ഉന്നത ഭാവങ്ങളെ താഴ്ത്തിക്കളഞ്ഞുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നോക്കുവിന്, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നിന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം, പാപമുള്ള ഈ ശരീരവും മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നെ അണിയിപ്പിക്കും. 1000 ആണ്ട് കഴിഞ്ഞിട്ടോ അതിനുശേഷം ലോകം അവസാനിക്കും. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോഴോ നമ്മൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് സ്വർഗീയമായിരിക്കുന്ന വാസത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പറന്നു പോകും. ഇല്ല, നിങ്ങളിനെ നിഷേധിച്ച് നിങ്ങളുടെ പാപത്തിലാണ് മരിക്കുന്നെങ്കിൽ പള്ളിയിലച്ഛനും തിരുമേനിയാണെങ്കിലും ശരി, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി കഷ്ടം സഹിക്കാതെയാണ് നീ അടക്കപ്പെടുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധി നിന്നെ കാത്തുവരികയാണ്. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേ
നിങ്ങൾക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാ വഞ്ചകന്മാരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇതേ രൂപത്തിൽ നീ കണക്ക് തീർക്കുമ്പോൾ ഇതേ പ്രസംഗം നിന്റെ ചെവികളെ തുളച്ചുകൊണ്ട് കടന്നു പോകും. അതേ പ്രസംഗിക്കുന്ന എന്നെയും പ്രസംഗം കേട്ട നിങ്ങളെയും അന്ന് തമ്മിൽ പരസ്പരം ദൈവം മുഖാമുഖം നിർത്തും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്തു പോയാണ് ദൈവത്തിന്റെ ശത്രുക്കളാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയ നമ്മളെയും ക്രിസ്തുയേശുവിൽ ഉയർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തി നഗല ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ നിന്ന ചുമന്നുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ പാപമോചനം തന്ന് സ്വർഗസ്ഥന്മാരാക്കി അവനോട് കൂടെ എന്നേക്കും വസിപ്പാൻ സഹായിക്കും. അപ്പന്മാരെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയണം. അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ അറിയണം. പാപത്തിൽ വീഴാതെ നമ്മളെ സൂക്ഷിപ്പാൻ കർത്താവിന് മാത്രമേ ശക്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.